ഇതാണോ കോൺഗ്രസ്? ഇത് തന്നെയാണോ ഇന്ത്യയുടെ ജീവാത്മാവും പരമാത്മാവും? ലോക മനസ്സാക്ഷിയുടെ മാണിക്യ കൊട്ടാരത്തിൽ വിരാജിക്കുന്ന മഹനീയ സുൽത്താൻ, ഭാരതാംബയ്ക്ക് വേണ്ടി പിടഞ്ഞു വീണ രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെ പ്രസ്ഥാനം, മതത്തിന്റെ പേരിൽ വിഘടനവാദം ഉയർത്തിയ മുസ്ലിം ലീഗിനോട് അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന ഓരോ തരിമണ്ണും പ്രപഞ്ചത്തിൽ എവിടെയാണെങ്കിലും അത് മസ്ജിദാണെന്ന പ്രവാചകന്റെ പ്രകീർത്തനം പ്രകമ്പനം കൊള്ളിക്കുന്ന തരത്തിൽ പ്രസ്താവിച്ച് മതത്തിന്റെ പേരിൽ എന്തിനീ രാജ്യം കീറിമുറിക്കണമെന്ന് വിളിച്ചു പറഞ്ഞ വിഭജന വിഘടനവാദത്തെ ശക്തിയുക്തം എതിർത്ത നെഹ്റുജിയുടെ പ്രസ്ഥാനം, ഹിന്ദു മുസ്ലിം ഐക്യമില്ലാതെ ഒരു ഇന്ത്യയില്ല എന്നുറക്കെ ഉദ്ഘോഷിച്ചുകൊണ്ട് ഞാനൊരു ഒന്നാന്തരം മുസ്ലിമാണെന്നും മുസ്ലിമിന്റെ പേര് പറഞ്ഞുള്ള പാകിസ്ഥാൻ നിർമ്മാണത്തിന് എന്നെ കിട്ടില്ല എന്ന് മുസ്ലിം ലീഗ് നേതാവ് വിഭജന വിഘടനവാദി ജിന്നയുടെ മുഖത്തേക്ക് നോക്കി ആക്രോശിച്ച ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ഇസ്ലാമിസ്റ്റ് ആയിരുന്ന ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി, ലോകം കണ്ട ഏറ്റവും നല്ല ഖുർആൻ പണ്ഡിതൻ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പ്രസ്ഥാനം ഉറങ്ങിക്കിടന്ന ഇന്ത്യൻ മുസ്ലിങ്ങളെ രാജ്യസ്നേഹത്തിന്റെ വീരഗാഥകൾ പറഞ്ഞു കേൾപ്പിച്ച് സ്വാതന്ത്ര്യ സമര പോരാട്ട ഭൂമിയിലേക്ക് ആനയിച്ച വിഘടനവാദത്തെ നഖശികാന്തം എതിർത്തതിന്റെ പേരിൽ മുസ്ലിം ലീഗിന്റെ കണ്ണിലെ കരടായി മാറിയ ധീരനായ വീരപുത്രൻ, കൊടുങ്ങല്ലൂരിന്റെ സന്തതി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ പ്രസ്ഥാനം, ഈ നാടിനു വേണ്ടി ഞാൻ ജീവിച്ചു, ഈ നാടിനു വേണ്ടി ഇപ്പോഴും ജീവിക്കുന്നു, ഇനിയും ഈ നാടിനു വേണ്ടി ജീവിക്കും, ഈ രാജ്യത്തിനു വേണ്ടി വന്നാൽ എന്റെ രക്തത്തുള്ളികൾ കൊണ്ട് ഇതിഹാസം എഴുതുമെന്ന് പറഞ്ഞ് രാജ്യത്തിനു വേണ്ടി പിടഞ്ഞു വീണ് ധീരമരണം പൂകിയ ലോകം കണ്ട ഒരേ ഒരു ഉരുക്കുവനിത ഇന്ദിരാജിയുടെ പ്രസ്ഥാനം, പിറന്ന മണ്ണിനോട് കൂറും സ്നേഹവും കാണിച്ചതിന്റെ പേരിൽ പിടഞ്ഞു വീണ് മരണത്തെ പുൽകേണ്ടി വന്ന ലോകം കണ്ട മാതൃകാ ഭരണാധികാരി രാജീവ് ഗാന്ധിയുടെ പ്രസ്ഥാനം, 645 ജില്ലകൾ അടങ്ങിയ കോടാനുകോടി കാതങ്ങളുള്ള ഇന്ത്യ രാജ്യത്തിലെ ഇത്തിരിപ്പോന്ന ഒരു ഇട്ടാവട്ടത്തിലെ ഇറയിത്തിരുന്നുകൊണ്ട് ഇമവട്ടം കാണിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നേരെ നോക്കി ഇത്തിരി മുള്ളിയാലും മുക്കിയാലും മുട്ടൽ മാറുമെന്നല്ലാതെ വിഘടന വിഭജനവാദി സന്തതികളെ ഒന്നോർക്കുക. ഇടനെഞ്ച് തകർക്കുന്ന ബ്രിട്ടീഷ് റൈഫിളുകൾക്ക് മുൻപിൽ വിരിമാറ് കാണിച്ച് ഇടറാതെ തളരാതെ പതറാതെ പോരാടി ഇന്ന് നീയടക്കം വലിച്ചു കയറ്റുന്ന സ്വാതന്ത്ര്യത്തിന്റെ ജീവവായു കൊണ്ട് ഈ നാട് പുതുജീവൻ നൽകിയ ഞങ്ങളുടെ ചങ്കിലെ ചോരയായ ഈ ഇതിഹാസ പ്രസ്ഥാനത്തെ ആർക്കും ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ കഴിയില്ല. ജയ് കോൺഗ്രസ്, ജയ് ഹിന്ദ്.